ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ജേർണി വിത്ത് GTHന്റെ പോഡ്കാസ്റ്റിംഗ് വീഡിയോയില് യൂറോപ്യൻ യാത്രകളെ കുറിച്ച് പറയും. ഇപ്പൊ ഒരു ട്രെൻഡിങ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് യൂറോപ്യൻ യാത്ര. പണ്ട് എങ്ങനെയാണ് സിംഗപ്പൂർ, മലേഷ്യയും ദുബായും തായ്ലൻഡും ഒക്കെ പോയ പോലെ തന്നെ, അല്ലെങ്കിൽ അത് പോയവർ ഇപ്പോൾ ഒരു പുതിയ ഡെസ്റ്റിനേഷൻ ഹണ്ട് ചെയ്യുമ്പോൾ തന്നെ യൂറോപ്പ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ കൂടുതൽ ഇപ്പൊ തോന്നുന്നത് യാത്രകൾ കൂടുതൽ. അത് എന്റെ കൂടെ ജിനു ഉണ്ട്. ജിനു നമ്മുടെ ഓപ്പറേഷൻ ഡയറക്ടറാണ് GTHന്റെ. അപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ജിനുവിന് എന്താ തോന്നുന്നത് അല്ലെ? കുറച്ചും കൂടെ എൽഡർ ആയിട്ടുള്ള ആൾക്കാർ, 60+ ആൾക്കാരുടെ എല്ലാ ഗ്രൂപ്പുകളിലും നമ്മളൊരു മജോറിറ്റി ഓഫ് ആൾക്കാർ എന്ന് പറയുന്ന ഒരു 60+ അവരുടെ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാണ് നമ്മൾ എല്ലാ ഗ്രൂപ്പിലും കണ്ടുവരുന്നത് അല്ലെ? അതെ. അപ്പം നമ്മൾ കൂടുതലായിട്ടും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60+ ആവുമ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ട്രിപ്പിലേക്ക് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ കൂടുതൽ ടേക്ക് കെയർ ചെയ്യണം, എന്തൊക്കെ പ്ലാനിങ്ങുകൾ നടത്തണം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് എല്ലാവരുടെയും ഒരു കൺസേൺസ്. തീർച്ചയായിട്ടും. അപ്പം ഇതിൽ അത് മാത്രമല്ല, ഈ 60 കഴിയുമ്പോഴേ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ട്രിപ്പുകളിൽ ഓൺ ടൈമിൽ ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ എല്ലാവർക്കും അറിയാം പ്രഷറും ഷുഗറും ഡയബറ്റിക്കും ഇങ്ങനെയുള്ള അതൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ പ്രത്യേകിച്ചും ഒരു 50-60+ പോകുമ്പോൾ നമ്മൾ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ആ പ്രോഗ്രാമിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊടുത്താൽ മാത്രമേ അത് ടൂർ. അല്ലാതെ ഇപ്പൊ നമ്മളൊരു യങ്സ്റ്റർ ഏജില് നമ്മളൊരു സ്ഥലം പോയിട്ട് കാണാം, നമുക്ക് സൈറ്റ് സീയിങ് മാത്രമായിരിക്കും, സ്ഥലം കാണാന്നുള്ള മാത്രമേ. പക്ഷെ ഇപ്പൊ അതിന്റെ ഒരു ട്രെൻഡ് മാറുമെന്നല്ല, ഒരു കംഫർട്ട് കൊടുത്തുകൊണ്ടുള്ള യാത്രകൾക്കാണ് കുറച്ചും കൂടെ ഒരു ഇത് കൂടി വരുന്നത്. അത് കൂടാതെ തന്നെ വേറൊന്നാണ് ഈ സമയം എന്ന് പറയുന്നത്. ആൾക്കാർക്ക് ഇപ്പം തീർച്ചയായിട്ടും നമുക്ക് 10-12 ദിവസം മാറി നിൽക്കാനുള്ള ഒരു ടൈം കിട്ടണം. ഇപ്പൊ ജോലിയൊക്കെ ചെയ്യുവാണെങ്കിലും അവര് ലീവ് അനുസരിച്ചിട്ട് പോകുന്നുണ്ട്. എന്നാലും പക്ഷെ റിട്ടയർഡ് ലൈഫിൽ കുറച്ചുകൂടെ കൂടുതൽ സമയം കിട്ടും. എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും. അതെ. പലർക്കും എന്താ പറയാ, ഇപ്പൊ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്താൽ കൂടിയിട്ടും ലീവിന്റെ കൺസ്ട്രെയിൻസ്, കുട്ടികളുടെ സ്കൂളിന്റെ കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും വരുന്ന സമയത്ത് അവർക്കൊരു 12 days അല്ലെങ്കിൽ ഒരു 13 days എന്ന് പറയുന്നത് വലിയൊരു പീരീഡ് ആണ്. ആ പീരീഡിൽ ട്രാവലും ബാക്കിയുള്ള ഹൗസ് ഹോൾഡ് കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തിട്ട് പോവുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇപ്പം കൂടുതലും ഒരു ഭൂരിഭാഗം ആൾക്കാരും ഒരു റിട്ടയർമെന്റ് ലൈഫ് ആ ഒരു സമയത്താണ് കൂടുതലും ആൾക്കാർ ട്രാവൽ ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത്. മാത്രവുമല്ല, റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് അവരും പലപ്പോഴും ഇനി ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇത്രയും നാൾ കണ്ടിന്യൂസ് ആ ഒരു വർക്ക് ഹെക്ടിക്സും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവരും ഒരു ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു സെക്കൻഡ് സ്റ്റേജ് ആണ് അത്. അതെ. അപ്പം അതില് അതുകൊണ്ട് യാത്രകളാണ്. പണ്ട് അങ്ങനെ ഒരു ട്രെൻഡ് അത്രയും ഉണ്ടായിരുന്നില്ല. ബിഫോർ കോവിഡ് ആ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം എല്ലാവരും യാത്രകളാണ് പ്രിഫർ ചെയ്യുന്നത്. അവരുടെ ബാക്കിയുള്ള റിട്ടയർമെന്റ് ലൈഫ് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആ സമയത്ത് ആ ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള ആ ഒരു തോട്ടാണ് എല്ലാവർക്കും ഇപ്പോൾ ഉള്ളത്. അല്ല, അതിൽ പ്രത്യേകിച്ച് പറയേണ്ടത്, നമ്മൾ അതുപോലുള്ള യാത്രകൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഈ ടൈം ഒരുപാട് ഓട്ടം അതൊന്നും ചിലപ്പോ അവർക്ക് കംഫർട്ടബിൾ ആവുന്നില്ല. അപ്പൊ രാവിലെ ഇപ്പൊ ഒരു ടൂർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ഒരു 1-നും 2-നും ഇടയിൽ ലഞ്ച് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും. കൂടുതലും റിട്ടയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു 60+ ആൾക്കാർ പോകുന്ന സമയത്ത് ഒരു 1 o'clock to 2 o'clock അതിന് മുമ്പായിട്ട് ലഞ്ച് ഫിക്സ് ചെയ്യുന്ന പോലെ. അത് തന്നെ ചില യാത്രകളിൽ കണ്ടിട്ടുണ്ട്, നമ്മൾക്ക് ഈ ഡിന്നർ ഒരുപാട് ലേറ്റ് ആയിട്ട് വരുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ച് ഇപ്പൊ യൂറോപ്യൻ ട്രിപ്പുകളിലെല്ലാം ഒരു 6:30-7:30 ഡിന്നറിന്റെ ടൈം എന്ന് പറയുന്നത് ഒരു കംഫർട്ടബിൾ, അത് ഒരു സ്റ്റൈലാണ്. യൂറോപ്പിലെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരു 6:30-7:30 ഡിന്നർ കൊടുക്കുക. അത് കൂടുതലും നമുക്ക് ഈ ഹോട്ടലുകളിൽ തന്നെ താമസിക്കുന്നിടത്ത് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. എന്നാലും അവിടെ തന്നെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു അല്ലെ, തീർച്ചയായിട്ടും. കാരണം ഒരു ലോങ് ട്രാവൽ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് പിന്നെയും ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തു പോവുക, പിന്നെ അതിനു വേണ്ടി ടൈം കൺസ്യൂം ചെയ്യുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് ഹോട്ടൽ ഡിന്നേഴ്സ് ആകുമ്പോൾ അവർക്കൊന്ന് വന്ന് ജസ്റ്റ് റിലാക്സ് ആയി ഫ്രഷ് ആയി അതിനുശേഷം ഓഫ്കോഴ്സ് ഹോട്ടൽ ഡിന്നേഴ്സ് ഒക്കെ ആകുമ്പോൾ അതൊരു 3 course മെനു ആ ഒരു പാറ്റേണിലേക്കാണല്ലോ പോകുന്നത്. അപ്പൊ അവർക്കത് എൻജോയ് ചെയ്ത് കുറച്ച് സമയം എടുത്തിട്ട് കഴിക്കാൻ പറ്റുന്നത് ഒരു വലിയ കാര്യമാണ്. അതിൽ ഈ 3 course പറഞ്ഞപ്പോഴാണ് ഈ 3 course മെനുവിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാല്, നമ്മളിപ്പോ ചിലപ്പോ വിശന്നിരിക്കുകയായിരിക്കും, വിശന്നിട്ടായിരിക്കും ഒരു 3 course മെനു. പക്ഷെ യൂറോപ്പിലെ 3 course മെനുവിന്റെ പ്രത്യേകത അവര് വളരെ പതിയെ സെർവ് ചെയ്യുള്ളൂ. ആദ്യം കുറച്ച് ഒരു സലാഡ് അല്ലെ, ഫസ്റ്റ് എന്തെങ്കിലും സാധനം തന്ന് പിന്നെ എല്ലാവരും കഴിച്ചതിന് ശേഷം ആ പ്ലേറ്റുകളെല്ലാം തിരിച്ചു കൊണ്ടുപോയിട്ട് മെയിൻ കോഴ്സ് വരുള്ളൂ. മെയിൻ കോഴ്സും എല്ലാവരും ഇപ്പൊ അതില് പതിയെ കഴിക്കുന്നവരുണ്ടാവും, ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നവരുണ്ടാവും. പക്ഷെ നമുക്ക് നമ്മുടെ വിശന്നിരുന്നാലും യൂറോപ്പിലുള്ള 3 course മെനു എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഡിസേർട്ട് അവസാനം ഒരു 1 മണിക്കൂറെങ്കിലും മിനിമം ഒരു 1-1.25 മണിക്കൂർ എടുത്ത്
എൻജോയ് ചെയ്ത് ഡിന്നർ കഴിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് അവിടെ ഉള്ളത്. നമുക്ക് ഇവിടെയാണെങ്കിൽ പെട്ടെന്ന് ഇപ്പൊ ഒരു ബുഫേ ആണെങ്കിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് പരിപാടികൾ തീർത്തിട്ട് വരാം. പക്ഷെ അവിടെ ആ ഒരു സ്റ്റൈലിലാണ് ഉള്ളത്. അപ്പം ഈ ഓട്ടപ്രദക്ഷിണം ഇപ്പൊ ഐറ്റിനറികളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം എല്ലാം ഒരുപോലെ ഉണ്ടാവും. പക്ഷെ മാറ്റം എന്ന് പറയുന്നത് ഓരോ ഡേയിലും നമ്മൾ എങ്ങനെ ടൈമിനെ അലോക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ സക്സസ്. ഇപ്പൊ ഹോട്ടൽസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. പക്ഷെ ഞാൻ എപ്പോഴും പറയും ഒരു 4-star ഹോട്ടൽ തന്നെ മിനിമം കൊടുക്കണം. അതിനുള്ള റീസൺ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് ഒരു ദിവസത്തെ ഏറ്റവും വലിയ എനർജി തരുന്നത്. ഒരു മോർണിംഗ് അടിപൊളി ആവണമെങ്കിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഈ ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം സ്പ്രെഡ്സ് കിട്ടണമെങ്കിൽ ഒരു 4-starൽ ഒരു ബേസിക് 4-star, ഇപ്പൊ നമുക്കൊരു ലക്ഷറി 4-starലേക്ക് പോകാൻ പറ്റില്ല, അത് സോ എക്സ്പെൻസീവ് ആയിട്ടില്ല. ഒരു ബേസിക് 4-starൽ അത്യാവശ്യം നല്ല ഒരു സ്പ്രെഡ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും പോസിബിൾ ആയിട്ടുണ്ട്. പിന്നെ ഇതിലെന്താ തോന്നിയത് ഈ നമ്മൾ ആ ട്രെയിനൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ കൊടുക്കുന്നത്? പിന്നെ അതെ, നമ്മളാണെങ്കിൽ ഇപ്പോൾ ഒരു 12 ഡേയ്സിന്റെ പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ എല്ലാം കൺട്രി ടു കൺട്രീസും നമുക്ക് മെയിൻ ആയിട്ട് റോഡ് ട്രാവൽ വരും. അങ്ങനെയാണ് നമുക്ക് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണ് ബിക്കോസ് കൺട്രീസ് ഒക്കെ നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക, മാക്സിമം ട്രാവൽ കുറച്ച്. അപ്പം ഇൻ ബിറ്റ്വീൻ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ട്രെയിൻ ജേർണി അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് വരുന്ന സമയത്ത് നമ്മൾ ആ ട്രാവലിനിടയ്ക്ക് അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ഈവൻ ഭയങ്കര ഫാസ്റ്റർ ട്രെയിൻ ഒന്നുമല്ല, ബുള്ളറ്റ് ട്രെയിൻ അങ്ങനത്തെ ട്രെയിനുകളൊന്നും ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. ഒരു നോർമൽ എക്സ്പീരിയൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്. നമ്മൾ ഇത്രയും ദിവസത്തെ ഒരു കോച്ച് യാത്ര കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി നമ്മളൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണത്. പിന്നെ നമ്മൾ ആ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന കാഴ്ചകൾ, അതായത് നമുക്ക് 2 സൈഡിലും കിട്ടും. പലപ്പോഴും കൺട്രി സൈഡിൽ കൂടെ ഒക്കെ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ബസ് ആവുന്ന സമയത്ത് എപ്പോഴും നമ്മളൊരു മെയിൻ ഹൈവേസുകൾ അല്ലെങ്കിൽ റോഡുകളിലാണല്ലോ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പം ഇതൊരു കൺട്രി സൈഡ് ഒക്കെ ആവുമ്പോൾ അതൊരു ചാമിങ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം. തീർച്ചയായും. യൂറോപ്പിൽ ഇപ്പൊ ട്രെയിൻ ഇറ്റാലി എനിക്ക് തോന്നുന്നു മണിക്കൂറിൽ ഒരു 150 കിലോമീറ്റർ സ്പീഡ്, മാക്സിമം 200 പോവുള്ളൂ. പക്ഷെ തീർച്ചയായും അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് ഒരാൾ ആ ത്രൂ ഔട്ട് ദ ജേർണി കോച്ചിൽ ട്രാവൽ ചെയ്യുന്നതും ആ കോച്ചും ട്രെയിനും കൂടെ മിക്സ് ചെയ്ത് ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. പക്ഷെ നമുക്കത് ശരിക്കും അത് അറിയുന്നത് നമ്മൾ ആ റോമിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ടയർഡ്നെസ് കമ്പയർ ടു കോച്ച് അത് കുറയുന്നുള്ളതാണ്. പിന്നെ കൺട്രി സൈഡിലുള്ള വ്യൂവും കാര്യങ്ങളും കൊണ്ട് അത് ബ്യൂട്ടിഫുൾ ആവും. പിന്നെ നമുക്ക് ഈ ഓസ്ട്രിയ മിക്ക ടൂറുകളിലും വെക്കാറില്ല. ഓസ്ട്രിയ പലരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് GTHന്റെ പാക്കേജിൽ ഈ യൂറോപ്യൻ ട്രിപ്പില് മസ്റ്റ് സീ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഓസ്ട്രിയ. ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു കോമ്പിനേഷൻ. നമ്മുടെ അവിയൽ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് കറി ഫോർ മലയാളീസ് ആണ് അല്ലെ. ഏറ്റവും കൂടുതൽ എന്താ പ്രോട്ടീൻ എന്നല്ല, എല്ലാം വെജിറ്റബിൾസും കാര്യങ്ങളെല്ലാം കാർബ്സും ഫൈബറും ഒക്കെ അടങ്ങിയാണ്. അതുപോലത്തെ ഒരു സാധനം ആയിരിക്കണം ഒരു നല്ല ടൂർ. അതായത് ആ ടൂറിൽ മൗണ്ടൻസ് വേണം, നല്ല വാട്ടറിലുള്ള ഇതുപോലെ ക്രൂസിങ് വേണം, പിന്നെ സിറ്റി കാണണം, സിറ്റിയിലെ വാക്കിംഗ് വേണം, അങ്ങനെ ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ ഓസ്ട്രിയ വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും ലിച്ചൻസ്റ്റീൻ മിസ്സാവും. ലിച്ചൻസ്റ്റീൻ മസ്റ്റ് സീ ആണ്. ചെറിയൊരു രാജ്യമാണ്. നമ്മൾ കോച്ച് അവിടെ എത്തുന്നു, അവൻ ഡ്രൈവർ ഒന്ന് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ അടുത്ത രാജ്യത്തേക്ക് പോകും. അത്രയും ചെറിയ രാജ്യമാണ്. പക്ഷെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ കൺട്രി ഇൻ ദിസ് ഐറ്റിനറീസ് ലിച്ചൻസ്റ്റീൻ. അപ്പൊ ഇൻസ്ബ്രൂക്ക് വെക്കുന്നതുകൊണ്ടാണ് നമുക്ക് ലിച്ചൻസ്റ്റീൻ കാണാൻ പറ്റുന്നത്, സ്യൂറിക്കിൽ. പിന്നെ അത് മാത്രമല്ല ഈ ലിച്ചൻസ്റ്റീന് അതുപോലെ സ്യൂറിക് ടു ലിച്ചൻസ്റ്റീൻ ടു ഇൻസ്ബ്രൂക്കുള്ള യാത്ര ആൽപ്സ് മൗണ്ടന്റെ മുകളിലൂടെയുള്ള ഒരു കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. അത് തീർച്ചയായും ഓസ്ട്രിയ വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു നമ്മൾ കൊടുക്കുന്ന സ്റ്റേ ആണെങ്കിലും ഈവൻ ഇൻസ്ബുക്കിൽ നമ്മൾ കൊടുക്കുന്ന സ്റ്റേ എന്ന് പറയുന്നതും ഒരു ബൊട്ടീക് കൈൻഡ് ഓഫ് ഒരു ബൊട്ടീക് കൈൻഡ് ഓഫ് ഹോട്ടൽ ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല അതൊരു ഡിഫറെന്റ് ഒരു മൗണ്ടൻ കൈൻഡ് ഓഫ് ബൊട്ടീക് ഹോട്ടലാണ്. അപ്പം അതൊരു നല്ലൊരു എക്സ്പീരിയൻസ്, കാരണം ആൾക്കാർക്ക് ആ ഒരു ബ്യൂട്ടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല. അത് മാത്രം നമ്മൾ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ ഇറ്റാലിയൻ ടെറൈൻ എടുക്കുമ്പോൾ എല്ലാ രാജ്യങ്ങളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റലിയിൽ ഡിഫറൻസ് ഉണ്ട്. ഈ സ്വിറ്റ്സർലാൻഡും അല്ലെങ്കിൽ ബെൽജിയവും അല്ലെങ്കിൽ പാരീസും ഒക്കെ കമ്പാരിറ്റീവ് നീറ്റ്. പക്ഷെ ഇറ്റാലിയൻ പാർട്ട് നമുക്ക് വലിയൊരു നീറ്റ്നെസ് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതിന് വേറെ റീസൺ ഉണ്ട്. ഈ യൂറോപ്പിലെ മൗണ്ടെയിൻസ് ആയിട്ടുള്ള കൺട്രീസിൽ യൂറോപ്യൻസിന് അല്ലെങ്കിൽ ഈ ഷെങ്കൻ കൺട്രികളിലുള്ള ട്രാവലേഴ്സിന് വലിയൊരു താല്പര്യമൊന്നുമില്ല. ബിക്കോസ് അവർക്ക് അവരുടെ രാജ്യങ്ങളിൽ തന്നെ മൗണ്ടെയിൻസും അതുപോലത്തെ സിറ്റീസും ഉണ്ട്. ഇറ്റലി എന്ന് പറയുന്ന ഒരു പിൽഗ്രിം സെന്റർ അല്ലെങ്കിൽ അതുപോലെ ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവർക്ക് അത് വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിനുള്ള ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിന്റെ ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഭംഗിയോടുകൂടി നമുക്ക് ആസ്വദിക്കാൻ പറ്റിയാലേ ഇറ്റലിയിൽ ഒരു എൻജോയ്മെന്റ് കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു ആംഗിളിൽ ഇറ്റലി എടുക്കണം. കമ്പാരിറ്റീവ്ലി സ്വിസ്സും അല്ലെങ്കിൽ ഓസ്ട്രിയയും ഇത് വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം
ഭംഗി എന്ന് പറയാം. പക്ഷെ ഇറ്റലിയിലെ ക്യൂസീൻസ് അല്ലേ, ക്യൂസിൻസ്, ഇറ്റാലിയൻ ക്യൂസിൻസ്, പിസ്സ അല്ലെ, പിസ്സ, പാസ്ത പാസ്ത, എല്ലാം പോലെ അതൊക്കെയാണ് ഇവിടുന്ന് പോകുന്നവർക്ക് അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ക്യൂസിൻസ് ആണ് വൺ ഓഫ് ദ മെയിൻ ഹൈലൈറ്റ് അല്ലേ. നല്ല സംഭവമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മള് ഈ യാത്രകള് ഡിസൈനിങ് തന്നെയാണ് അതിന്റെ ഏറ്റവും, അതായത് നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ നല്ലൊരു ആർക്കിടെക്ചറിനെ അല്ലെ, ഒരു ആർക്കിടെക്റ്റിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴും എല്ലാവരും ചെയ്യുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു ആർക്കിടെക്ട് കൺസെപ്റ്റ് ഇല്ല. നമ്മള് ഒരു വീട് ആരാണോ ആ ഒരു ലെവലിൽ കൊടുക്കുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മളൊരു 80 lakhs 1 crore വീട് എടുക്കുമ്പോൾ ഒരു 2 ലക്ഷം ഡിസൈനിങ്ങിന് കൊടുത്തിട്ട് ആർക്കിടെക്റ്റിനെ കൊണ്ട് ചെയ്യിക്കുന്ന പോലെ തന്നെയാണ് ഒരു ട്രിപ്പിന്റെ ശരിക്കും ഡിസൈനിങ്. കൂടുതൽ രാജ്യങ്ങളും കൂടെ വരുമ്പോൾ അത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തില്ലെങ്കിൽ അതൊരു ഓട്ടപ്രദക്ഷിണത്തിൽ ഉപരിയായിട്ട് പല സ്ഥലങ്ങളിലും നമുക്കത് വേണ്ടായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പൊ ഐറ്റിനറി ഓഫ് കോഴ്സ് അല്ലെ, മെയിൻ തിങ് ആണ് ഐറ്റിനറി. നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ അതിൽ നമ്മൾക്ക് കാണാൻ പറ്റും, എന്തൊക്കെ ഇല്ല എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഒരു തറവ് സ്റ്റഡി നടത്തിയിട്ടേ നമ്മളൊരു ഐറ്റിനറി സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അതെ അതെ അതെ. പിന്നെ ടൈമിംഗ് വൺ ഓഫ് ദ മെയിൻ അല്ലെ, ഒരു യൂറോപ്പ് ട്രാവലിൽ നമുക്ക് ടൈമിംഗ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് എന്നാലേ നമ്മൾ ആ പ്ലാൻ ചെയ്ത പോലെ ആ ഷെഡ്യൂൾ പ്രകാരം നമ്മളുടെ ട്രിപ്പ് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് നമുക്കതൊരു വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ ഡ്രൈവർക്ക് വരുന്നത്, ഡ്രൈവർ നമ്മൾ ഡ്രൈവർ എന്ന് പോലും വിളിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു കളക്ടർ പവറാണ്, അവർക്കൊരു ടൈമിംഗ് ഉണ്ട്. അവരുടെ ആ ടൈമിങ്ങിൽ അവർ വണ്ടി നിർത്തും. 12 മണിക്കൂറിൽ 10 മണിക്കൂറേ വണ്ടി നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാ 2 മണിക്കൂറിലും 20 മിനിറ്റിൽ ബ്രേക്ക്, അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് അത് സ്കെഡ്യൂൾ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായും നമ്മൾക്ക് അവിടെ എത്തുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഫ്ലെക്സിബിലിറ്റിയിൽ നമുക്ക് ഒരു 12 ദിവസം പോകാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ബിക്കോസ് ആ ഒരു രാജ്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പൊ ആ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എവിടെയൊക്കെ ഒരു ഫ്ലെക്സിബിലിറ്റി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഒരു റിലാക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ യൂറോപ്യൻ യാത്രകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഐറ്റിനറി തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. നമ്മൾ എടുത്ത് ഓരോ ഡേയും വെച്ചിട്ട് എത്ര മണിക്കൂർ യാത്ര ചെയ്യുന്നുണ്ട്, ഇന്ന സ്ഥലങ്ങളിൽ എത്ര മണിക്ക് നമ്മൾ ലഞ്ചിന് എത്തുന്നുണ്ട്, ഡിന്നറിന് എത്തുന്നുണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ സ്പെസിഫിക്കലി ക്ലാരിഫൈ ചെയ്തിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ട്രിപ്പ് നിങ്ങൾക്ക് കിട്ടും തീർച്ചയായും.